പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ നന്ദുവിനെ പ്രണയിക്കുന്ന കാര്യം അനി തന്നെ അനിയുടെ വായ കൊണ്ട് തുറന്ന് പറയുകയാണ്. എന്നിട്ട് നവീനേട്ടനെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, നിനക്ക് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ എല്ലാം വിട്ട് നൽകിയിട്ട് അനി പോകുന്നുണ്ട്. അങ്ങനെ നന്ദു നിർണായകമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിന് ഉറക്കമില്ലാത്ത രാത്രികളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവീനേട്ടൻ എന്നെ വിളിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലായിരുന്നല്ലോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്തല്ലാതെ അയാളെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ സാധിക്കുകയുമില്ല. കാരണം പഠിച്ചിരുന്ന കാലത്തൊക്കെ ഒരു ഏട്ടൻ്റെ സ്ഥാനം തന്നെ ഞാൻ നവീനേട്ടൻ നൽകിയിട്ടുള്ളൂ. പക്ഷെ നവീനേട്ടനും എന്നോട് അങ്ങനെയുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റവും പെരുമാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചിന്തിക്കുകയാണ്. അങ്ങനെ നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നീ എന്താടി ആലോചിക്കുന്നത്, അതും ഈ പാതിരാത്രിക്ക്? അവനെയും സ്വപ്നം കണ്ട് നടക്കുകയാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല. നീ വെറുതെ ഓരോ ദിവാസ്വപ്നം കണ്ട് നടക്കണ്ട. നിന്റെ ജോലി നിറവേറ്റാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നത്, ഈ നവീനേട്ടനെങ്ങാനും കല്യാണാലോചനയുമായിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛനും അതിന് തുനിഞ്ഞിറങ്ങും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവില്ല. കാരണം നവീനേട്ടൻ അത്രയ്ക്കും നല്ലൊരു ആളാണ്. അതിനെക്കൊണ്ട് ഇത് വീട്ടുകാരറിയാതെ തന്നെ എനിക്ക് സോൾവ് ചെയ്തേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എന്താണ് ഇങ്ങനെ കിടന്ന് ചിന്തിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല, കിടന്നുറങ്ങാൻ നോക്ക്, വേറെയുള്ള ചിന്തകളുമായിട്ടൊന്നും നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ വിചാരിക്കുന്നത് പോലുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് ചിന്തിച്ചതാണ്. എനിക്ക് കുറച്ച് നാൾ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് വലിയൊരു കടമ്പ തന്നെയാണ്. അത് പെട്ടെന്ന് തന്നെ കടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, ഓ അതിനെക്കുറിച്ചാണോ നീ ചിന്തിച്ചത്? ആ കടമ്പകളൊക്കെ നിനക്ക് ഈസി ആയിട്ട് കടക്കാൻ സാധിക്കും, നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ നാവ് പൊന്നാവട്ടെ, എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് കടക്കാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കനകക്കറിയില്ല ഇത് നവീൻ്റെയും നമ്മുടെ അനിയുടെയും കാര്യമാണ് എന്നുള്ളത്. അപ്പം ആ ഒരു അമ്മയുടെ വാക്കുകൾ സത്യമാട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നന്ദു നിൽക്കുന്നത്. എന്നിട്ട് ഇത് നയനേട്ടത്തിയോ അല്ലെങ്കിൽ ആദർശേട്ടനോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. കാരണം അവർക്കൊക്കെ എൻ്റെ കല്യാണം എങ്ങനെ നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്തയാണ്. പക്ഷേ ഇതാരും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ഇത് ഏൽപ്പിക്കുന്നതാണ് നല്ലത്. മുത്തശ്ശനാവുമ്പോൾ നല്ല രീതിയിലുള്ളൊരു തീരുമാനം എടുത്തോളും. മുത്തശ്ശനായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് ഇക്കാര്യത്തെക്കുറിച്ചും നവീൻ്റെ മനസ്സിലുള്ള നമ്മളോട് പറയാതെ ആ പെൺകുട്ടി താനാണ് എന്നുള്ളതും നന്ദു തുറന്ന് പറയുകയാണ്. എന്നിട്ട് ആ സമയത്ത് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് നവീനേട്ടൻ്റെ മുഖത്ത് നോക്കി എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. പിന്നെ നവീനേട്ടനെ എൻ്റെ ഭർത്താവായിട്ട് കാണാനും സാധിക്കില്ല. ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടത്. എനിക്ക് അനിയെ മറക്കാൻ പറ്റില്ല എന്നുള്ളത് മുത്തശ്ശനും അറിയാലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. നല്ല രീതിയിൽ നവീനേട്ടനോട് ഇത് അവതരിപ്പിക്കണം. നവീനേട്ടനെ സങ്കടപ്പെടാനോ ഒന്നും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓക്കെ മോളെ, ഞാൻ ഇത് അവനോട് പറഞ്ഞോളാം. പക്ഷെ അവനോട് പറയുന്നതിലും എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞങ്ങളെ കാര്യങ്ങളൊക്കെ അത്രയ്ക്കും നിറവേറ്റി തന്ന ഒരാളാണ്. ഞങ്ങളെ സമൂഹത്തിന് മുന്നിലും അനാമികയുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിലും വലിയൊരു സഹായം നൽകിയിട്ട് രക്ഷിച്ച ആളാണ്. എങ്ങനെയാ പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ എന്തായാലും ഒരച്ഛൻ്റെ സ്ഥാനത്തല്ല. അപ്പോൾ അച്ഛൻ പറയുന്നത് എന്തായാലും അവൻ കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നന്ദു പറഞ്ഞതനുസരിച്ച് മുത്തശ്ശൻ നമ്മുടെ നവീനെ കാണാൻ പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, എന്നോട് എന്തായാലും നവീൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ അനിയുടെ കാര്യവും നന്ദുവിൻ്റെ കാര്യവും ഒന്ന് എടുത്തിടാം. എന്നിട്ട് അവനോട് അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാം. അതുകൊണ്ട് തിരിച്ചവൻ എന്നോടൊന്നും പറയാനുണ്ടാവില്ല എന്നൊക്കെ മുത്തശ്ശൻ ചിന്തിച്ചിട്ടാണ് നവീനെ കാണാൻ പോകുന്നത്. അങ്ങനെ മുത്തശ്ശൻ നവീനെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും എന്നോട് നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏതായാലും എനിക്ക് നിന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒരു കഥയാണ് പറയാനുള്ളത്. വേറെ ആരെ കഥയുമല്ല, നമ്മുടെ അനിയുടെ കഥയാണ്. അങ്ങനെ അനിയുടെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദുവും അനിയും പ്രണയിച്ചതും അതുപോലെ തന്നെ അനാമികയെ വിവാഹം കഴിക്കേണ്ടി വന്നതും നന്ദുവിനെ കിട്ടാത്ത നിരാശയിൽ അവൻ്റെ മനസ്സ് തളർന്ന് കുടിച്ച് ബോധം കെട്ട് കല്യാണത്തിൻ്റെ തലേന്ന് വരെ അവൻ കൂത്താടി നടന്നതിനെക്കുറിച്ചും മരിക്കാൻ നമ്മുടെ നന്ദു ആത്മഹത്യ ചെയ്യാൻ നോക്കിയതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നവീനോട് മുത്തശ്ശൻ തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും അവരെ ഒന്നിപ്പിക്കണം. കാരണം ഈശ്വരനായിട്ടാണ് അനാമികയെ അനിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തന്നത്. അത് അവർക്ക് ഒന്നിക്കാനുള്ള ഒരു വഴിയാടോ
ഈശ്വരൻ അവരെ കൈവിടിയില്ല, അവരെപ്പോഴും ഒന്നിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നവീനോട് തുറന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആകെ ഹൃദയം തകർന്നു നിൽക്കുകയാണ് നവീൻ. നവീൻ്റെ മുഖച്ഛായമൊക്കെ മാറി ആകെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നവീൻ, കഥകൾ കേട്ടപ്പോൾ നിനക്ക് വരെ സങ്കടം തോന്നിയല്ലേ, അപ്പോൾ അവരുടെ അവസ്ഥ ചിന്തിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മോനെ സോറി, നിന്നോട് ഇങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ എനിക്ക് വഴിയില്ല. ഇതെങ്കിലും പറഞ്ഞിട്ട് നീ പിന്മാറുകയാണെങ്കിൽ അവരെ നീ ജീവിക്കാൻ വിട്. അവരുടെ വിവാഹം എന്നായാലും നടത്തണം. അത് എൻ്റെയും കൂടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, അതിന് അനി ഇക്കാര്യത്തെക്കുറിച്ചോ നന്ദു ഇക്കാര്യത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നന്ദുവിന് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ലെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അവർക്ക് സമൂഹത്തിന് മുന്നിൽ പറയാനൊരു പേടിയാണ്. കാരണം അവരത് ആരും പൊതുവെ ആരും അറിഞ്ഞിട്ടില്ല, നമ്മുടെ വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ സമൂഹത്തിന് മുന്നിൽ നിന്നോടത് പറഞ്ഞിട്ട് വില കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറയാതിരുന്നതായിരിക്കും. പക്ഷേ അവരുടെ ജ്യോത്സ്യ പ്രവചനം വരെ മറ്റൊരു വിവാഹം അവർക്ക് നടക്കത്തില്ല, ഇവർ ഒന്നിക്കും എന്നാണ്. അതുകൊണ്ട് അവരെ ഒന്നിപ്പിക്കണം മോനെ, ഇനിയും അവരെ ഇങ്ങനെ സങ്കടത്തിലേക്ക് തള്ളിയിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അടക്കി പിടിച്ച് ജീവിക്കാൻ തന്നെ ഈശ്വരൻ എനിക്ക് വിധിച്ചത് എന്നൊക്കെ ഇങ്ങനെ നവീൻ സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ നവീനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. നവീന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം താൻ ഇതുവരെ അന്വേഷിച്ച രീതിയിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞതായിരുന്നു. പക്ഷെ അതും കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ഇപ്പോൾ നവീൻ നിൽക്കുന്നത്. എന്നിട്ട് അനി എന്താണ് ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത്, അവന് എന്നോട് പറയായിരുന്നില്ലേ, ഇനിയിപ്പോൾ എന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് അവൻ മറ്റെന്തെങ്കിലും തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നവീൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത വരികയാണ്. എന്നിട്ടും നമ്മുടെ നന്ദുവിനെ വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല നവീനെ.